ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു വെറൈറ്റി മീൻ കറി ഉണ്ടാക്കാവേ. ഞാനാണെങ്കിൽ വങ്കട മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് വെട്ടി തെച്ചിഴി നല്ല മിടുക്കനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ചേരുവകളൊന്ന് റെഡിയാക്കി എടുക്കാവേ. അതേ ഉള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, കുരുമുളക് ഇതെല്ലാം കൂടെ ഞാൻ ചതച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചതച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പാൻ അടുപ്പത്തിട്ട് വയ്ക്കാം കേട്ടോ. ഇത് ചട്ടിയാണ് കേട്ടോ, മൺചട്ടി ഇതേ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെളിച്ചെണ്ണ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിട്ട് കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. ഉള്ളിയാണ് ആദ്യം ഇടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഉള്ളി ഇട്ടു. ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ഇട്ടു, പിന്നെ വേപ്പില, പിന്നെ പച്ചമുളക്, അത് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. ഏകദേശം മൂപ്പായിട്ടുണ്ട് കേട്ടോ, മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഒന്ന് പച്ചമണം മാറുമ്പോഴേക്ക് മാറട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇച്ചിരി സ്വല്പം മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടാകണവേ. കാരണം മല്ലിപ്പൊടി ചൂടായില്ലെങ്കിൽ ഉണ്ടല്ലോ പച്ച ചുവച്ചാൽ നമ്മുടെ ഈ കറിയൊന്നും കൊള്ളത്തില്ലേ. അപ്പം മല്ലിപ്പൊടി ഇട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഏകദേശം മൂത്തിട്ടുണ്ട്. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. മുളക് പൊടി ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടേ, അല്ലെങ്കിലുണ്ടല്ലോ ഇത് കരിഞ്ഞു പോയാൽ പിന്നെ കറി ഒരു കാശിന് കൊള്ളത്തില്ലേ. ഏകദേശം മൂപ്പായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിയും കൂടി ഇട്ട് കൊടുത്ത് പുളിയും കൂടെ പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിടാവേ. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം പോരായിരുന്നേ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഈ സൈഡിലിരിക്കുന്നതൊക്കെ ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനെല്ലാം കൂടെ പെറുക്കിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാവേ. തിളച്ച് കഷ്ണമെല്ലാം പെറുക്കിയിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് ഒരു തുള്ളി കൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നു. ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് കൊടുക്കുക. ഇപ്പോൾ തിളച്ചപ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ആ മൂത്തതിൻ്റെയൊക്കെ ഒരു മണം നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുമേ. ഇനി ഞാൻ തേങ്ങാപ്പാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാല് ഞാൻ എടുത്ത് വെച്ചായിരുന്നേ. അപ്പോൾ ഉപ്പ് ഞാൻ ഇച്ചിരി ഒരു എന്തുവാണ് ചേർത്തത്, ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് പറയാൻ മറന്നുപോയായിരുന്നേ. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ചേർക്കുന്നില്ല, തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ അങ്ങോട്ട് ചേർത്ത് ഇതൊന്നും അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കുരുമുളക് പൊടി അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് കേട്ടോ. വേപ്പില അപ്പോൾ അതിങ്ങനെ അപ്പോൾ ഞാൻ ചെറുതീയിലാണ് കേട്ടോ. തേങ്ങാപ്പാൽ വെച്ച് ഭയങ്കര തീയിൽ വേവരുത്. അപ്പോൾ ഞാൻ ചെറുതീയിൽ വെച്ചിരിക്കുകയാണ്. അതിനൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ചുറ്റിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. അത് ചുറ്റിച്ചാണ് ഞാൻ വെച്ചത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ കറി റെഡിയായി കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഫൈനൽ.